എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. IPL 2026ന്റെ ചരിത്രത്തിൽ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ ഇന്നരങ്ങേറിയത് കായിക ലോകത്തിന്റെ മുഴുവൻ കണ്ണുകളെയും ഈറനണിയിച്ച ഒരു അവിസ്മരണീയ മുഹൂർത്തമാണ്. കോടിക്കണക്കിന് ക്രിക്കറ്റ് ആരാധകരുടെ ഹൃദയങ്ങളിൽ ആനന്ദാശ്രുക്കൾ നിറച്ചുകൊണ്ട് കായിക സ്പിരിറ്റിന്റെ എല്ലാ അതിരുകളും ഭേദിച്ച ഒരു കാഴ്ചയ്ക്കാണ് ഇന്ന് ലോകം സാക്ഷ്യം വഹിച്ചത്. ചെന്നൈ സൂപ്പർ കിങ്സും ലക്നൌ സൂപ്പർ ജയന്റ്സും തമ്മിൽ നടന്ന ശ്വാസമടക്കി പിടിച്ചിരുന്ന പോരാട്ടത്തിൽ വെറും 13 പന്തുകളിൽ നിന്ന് അതിവേഗ അർദ്ധ സെഞ്ചുറി നേടി 15 വയസ്സുകാരനായ ഉർമിൽ പട്ടേൽ കൊടുങ്കാറ്റായപ്പോൾ മറുവശത്ത് 3 നിർണായക വിക്കറ്റുകൾ വീഴ്ത്തി ജാമി ഓവർട്ടൺ ലക്നൌവിന്റെ നടുവൊടിച്ചു. എന്നാൽ യഥാർത്ഥ അത്ഭുതവും ഹൃദയം കവരുന്ന കാഴ്ചയും അരങ്ങേറിയത് മത്സരം ശേഷമുള്ള സമ്മാനദാന ചടങ്ങിലായിരുന്നു. മികച്ച ബോളിംഗ് പ്രകടനത്തിന് പ്ലെയർ ഓഫ് ദ മാച്ച് എന്ന വലിയ പുരസ്കാരം ജാമി ഓവർട്ടന് നൽകപ്പെട്ടു. എന്നാൽ ആ ട്രോഫിയും ചെക്കും ഏറ്റുവാങ്ങിയ നിമിഷം അദ്ദേഹം ചെയ്ത പ്രവൃത്തി ക്രിക്കറ്റ് ലോകത്തെ ആകെ അമ്പരപ്പിച്ചു. സ്റ്റേജിൽ നിന്നുകൊണ്ട് ഒട്ടും മടി കൂടാതെ തനിക്ക് ലഭിച്ച ആ വിലപ്പെട്ട പുരസ്കാരം അദ്ദേഹം യുവതരംഗം ഉർവിൽ പട്ടേലിന്റെ കൈകളിലേക്ക് വെച്ചുകൊടുത്തു. ലോകത്തിനു മുന്നിൽ അഭിമാനത്തോടെ ഓവർട്ടൺ വിളിച്ചു പറഞ്ഞു, "ഇന്നത്തെ യഥാർത്ഥ വിജയി ഞാനല്ല, തന്റെ ബാറ്റിംഗിലൂടെ ക്രിക്കറ്റിന്റെ നിർവചനം തന്നെ മാറ്റിയെഴുതിയ ഈ 15 വയസ്സുകാരനായ ചെറിയ സിംഹക്കുട്ടിയാണ്." ജാമി ഓവർട്ടന്റെ ഈ നിസ്വാർത്ഥമായ പ്രവൃത്തി ഉർവിലിനെ മാത്രമല്ല വികാരാധീനനാക്കിയത്. ഡ്രസ്സിംഗ് റൂമിലിരുന്ന സാക്ഷാൽ മഹേന്ദ്ര സിംഗ് ധോണിയുടെയും സഞ്ജു സാംസണിന്റെയും മുഖത്തും അഭിമാനത്തിന്റെ വലിയ പുഞ്ചിരി അത് വിടർത്തി. മൈക്ക് കൈയിലെടുത്തപ്പോൾ ഓവർട്ടണിന്റെ മുഖത്ത് വല്ലാത്തൊരു ഗൗരവവും ആദരവും നിഴലിച്ചിരുന്നു. ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള വികാരങ്ങൾ പങ്കുവച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗം ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ തികഞ്ഞ നിശബ്ദത പടർത്തി. വളരെ വിനയത്തോടെ അദ്ദേഹം പറഞ്ഞു, "എന്റെ കരിയറിൽ ലോകമെമ്പാടുമുള്ള നിരവധി T20 ലീഗുകളിൽ ഞാൻ കളിച്ചിട്ടുണ്ട്. സമ്മർദ്ദം നിറഞ്ഞ പല മത്സരങ്ങളും വിജയിക്കുകയും വലിയ വ്യക്തിഗത പുരസ്കാരങ്ങൾ നേടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ സത്യം പറയട്ടെ, ഇന്ന് ഈ പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം എന്റെ കൈകളിൽ വെക്കാൻ എനിക്ക് വല്ലാത്തൊരു സങ്കോചവും നാണക്കേടും തോന്നുന്നു. കാരണം ഇതിഹാസ താരങ്ങൾ പോലും ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടിട്ടും നേടാൻ കഴിയാത്ത അവിശ്വസനീയമായ നേട്ടമാണ് കേവലം 13-14 പന്തുകൾക്കുള്ളിൽ ഈ യുവതാരം ഇന്ന് സ്വന്തമാക്കിയത്." ഋഷഭ് പന്ത്, നിക്കോളസ് പൂറൻ തുടങ്ങിയ ലോകത്തെ ഏറ്റവും അപകടകാരികളായ ബാറ്റ്സ്മാൻമാരുടെ വിക്കറ്റെടുത്തപ്പോൾ താനാണ് യഥാർത്ഥ ഹീറോ എന്ന് കരുതിയെങ്കിലും രണ്ടാം ഇന്നിംഗ്സിൽ ഉർവിലിന്റെ നിർഭയവും ആക്രമണോത്സുകവുമായ ബാറ്റിംഗ് കണ്ടപ്പോൾ ആ ധാരണ പാടെ മാറി എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത്തരം അസാധാരണ പ്രതിഭകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കേണ്ടത് തങ്ങളെപ്പോലുള്ള സീനിയർ താരങ്ങളുടെ പ്രാഥമിക കടമയാണെന്നും അദ്ദേഹം വികാരാധീനനായി വ്യക്തമാക്കി. ഇത് കേട്ട് കണ്ണു നിറഞ്ഞ ഉർവിൽ നിറഞ്ഞ ആദരവോടെ തലകുനിച്ച് ഓവർട്ടണോട് നന്ദി പറഞ്ഞു. ഈ വികാരഭരിതമായ നിമിഷത്തിനു ശേഷം ചെന്നൈ സൂപ്പർ കിങ്സിന്റെ വിജയരഹസ്യങ്ങളെക്കുറിച്ച് ഓവർട്ടൺ നടത്തിയ വെളിപ്പെടുത്തൽ സ്റ്റേഡിയത്തെ അക്ഷരാർത്ഥത്തിൽ ഇളക്കിമറിച്ചു. ചെന്നൈയുടെ ഡ്രസ്സിംഗ് റൂമിലും മൈതാനത്തും നടക്കുന്ന എല്ലാ അത്ഭുതങ്ങൾക്കും പിന്നിൽ MS ധോണിയുടെ മാന്ത്രിക ബുദ്ധിയും അതിനൊപ്പം തന്നെ സഞ്ജു സാംസൺ എന്ന മാസ്റ്റർ ബ്രെയിനുമാണെന്ന് അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. മത്സരം തുടങ്ങുന്നതിന് തൊട്ടുമുൻപ് ഡ്രസ്സിംഗ് റൂമിലെ ഏകാന്തതയിൽ ധോണി ഉർവിലിന്റെ ചെവിയിൽ മന്ത്രിച്ച ആ രഹസ്യതന്ത്രമായിരുന്നു മൈതാനത്തെ വിസ്ഫോടനത്തിന് പിന്നിൽ. ധോണി വെറുമൊരു ക്യാപ്റ്റൻ മാത്രമല്ല, മണ്ണിൽ തൊട്ടാൽ പൊന്നാക്കാൻ കഴിയുന്ന ഒരു ശില്പിയാണെന്ന് ഓവർട്ടൺ പറഞ്ഞു. എന്നാൽ അദ്ദേഹം അവിടെയും നിർത്തിയില്ല. ചെന്നൈ ആരാധകരുടെ രോമാഞ്ചം ഇരട്ടിയാക്കുന്നതിനായി അദ്ദേഹം സഞ്ജുവിനെക്കുറിച്ച് വാചാലനായി. അതിങ്ങനെയായിരുന്നു, "ചെന്നൈയുടെ ഇപ്പോഴത്തെ ഈ അശ്വമേധത്തിനും തുടർച്ചയായ വിജയങ്ങൾക്കും പിന്നിലെ യഥാർത്ഥ ശക്തി സഞ്ജു സാംസണിന്റെ മാസ്റ്റർ ബ്രെയിനാണ്." ഓവർട്ടൺ ആവേശത്തോടെ പറഞ്ഞു. "ലക്നൌ ഉൾപ്പെടെയുള്ള വമ്പൻ എതിർ ടീമുകൾ ഇന്ന് മൈതാനത്ത് ഞങ്ങൾക്കു മുന്നിൽ തകർന്നടിയാനും പകച്ചു നിൽക്കാനും പ്രധാന കാരണം സഞ്ജുവിന്റെ ഈ തന്ത്രപരമായ ബുദ്ധിയാണ്. ധോണിഭായിയുടെ ശാന്തതയും കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും ഒരു വശത്ത്, മറുവശത്ത് കളിക്കളത്തിൽ എന്ത് സംഭവിക്കുമെന്ന് മുൻകൂട്ടി കാണാനും അതിനനുസരിച്ച് എതിരാളികളുടെ വീഴ്ചകൾ കൃത്യമായി മുതലെടുക്കാനുമുള്ള സഞ്ജുവിന്റെ അപാരമായ കഴിവും. ഇവർ രണ്ടുപേരുടെയും ബുദ്ധികൾ ഒരുമിക്കുമ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന ടീമിനെ പരാജയപ്പെടുത്തുക എന്നത് ഏത് ടീമിനും അസാധ്യമായ കാര്യമായി മാറിയിരിക്കുകയാണ്." പ്ലേയിംഗ് 11ൽ ധോണിയുടെയും സഞ്ജുവിന്റെയും സാന്നിധ്യം തന്നെ ടീമിന് മാനസികമായി 50% വിജയം മുൻകൂട്ടി ഉറപ്പാക്കുന്നു എന്ന വലിയ അവകാശവാദവും അദ്ദേഹം ഉന്നയിച്ചു. ഉർവിൽ പട്ടേൽ പോലുള്ള യുവതാരങ്ങളുടെ ഭാവി സുരക്ഷിതമായിരിക്കുന്നത് ഈ ഇതിഹാസങ്ങളുടെ വിശ്വസ്തമായ കൈകളിലാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ജാമി ഓവർട്ടന്റെ ഈ മഹത്തായ കായിക വികാരത്തെക്കുറിച്ചും ഉർവിലിന് പുരസ്കാരം കൈമാറിയതിനെക്കുറിച്ചും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ആധുനിക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച മാതൃകയാണോ ഇന്ന് നാം കണ്ടത്? അതുപോലെ ചെന്നൈയുടെ വിജയങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന സഞ്ജു സാംസണിന്റെ ഈ പുതിയ മാസ്റ്റർ ബ്രെയിൻ റോളിനെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ റെസ്പെക്ട് ഓവർട്ടൺ അല്ലെങ്കിൽ ധോണി സഞ്ജു മാസ്റ്റർ ക്ലാസ് എന്ന് രേഖപ്പെടുത്തി ഞങ്ങളുമായി പങ്കുവയ്ക്കുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.